ഒരു കാര്യം, കഴിഞ്ഞ 2 മാസമായിട്ട് ട്രംപിൻ്റെ ഒരു ടാർഗറ്റാണ് ഇന്ത്യ. ഒന്ന് കൊന്നൊരടം എന്തെങ്കിലും ഇന്ത്യയെ കുറ്റം പറഞ്ഞ് ആ കാരണവർ ബഹളം വയ്ക്കും. ഇതിൻ്റെ അർത്ഥം എന്താ? ഇന്ത്യ അമേരിക്കയ്ക്ക് മനസ്സിൽ വലിയൊരു വെല്ലുവിളിയും ശല്യവുമായിരിക്കുന്നു. ഇവനിങ്ങനെ കയറി പോയാൽ എങ്ങനെയാടാ എന്നുള്ള ഒരു നാടൻ കാരണവരുടെ തോന്നൽ. ഈ പഴയ കാരണവന്മാർക്കൊക്കെ ആണില്ല, അവരുടെ അത്രയും ഭൂമി അയൽവക്കത്തുകാരനോ അല്ലെ മറ്റ് തറവാട്ടുകാരനോ ഉണ്ടാകരുത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുമ്പോഴാണ് ഇയാളൊരു 2.5 ഏക്കർ പുഞ്ചപ്പാടം രജിസ്റ്റർ ചെയ്ത് മേടിച്ചു. അയ്യോ, ഈ കാരണവർക്ക് ഉറക്കം നഷ്ടപ്പെടും. അതേന്ന് 2.5 ഏക്കർ ഇന്ന് ഉച്ചയ്ക്ക് രജിസ്റ്റർ ചെയ്തേ ഉള്ളൂ, പിന്നെ ഉറക്കം വരില്ല. ഇതാണ് അമേരിക്കയുടെ സ്ഥിതി, ട്രംപിൻ്റെ സ്ഥിതി. ഇന്ത്യ ഇങ്ങനെ കുതിച്ചുയരുമെന്ന് ആരും വിചാരിച്ചില്ല. വിചാരിച്ചവർ അതിൽ പ്രതികരിച്ചില്ല. വിചാരിച്ച ആൾക്കാരാണ് ചൈന. ചൈന ഇന്ത്യയെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നു. ഇന്ത്യയെപ്പറ്റി പഠിക്കാനായിട്ട് 200 ചെയറോ മറ്റോ, നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ചെയർ എന്ന് പറയില്ല, അതുപോലെ ഇന്ത്യൻ ചെയർ 200 എണ്ണോ മറ്റോ ഉണ്ട് ചൈനയിൽ. ചൈനയെ പറ്റി പഠിക്കാൻ ഇന്ത്യയിൽ എത്രയുണ്ട്? ഒന്നുമില്ല, നമ്മൾ പഠിക്കാറില്ല. ചൈനയുടെ ഭൂപ്രകൃതിയോ കാലാവസ്ഥയോ സംഗതിയോ അവിടുത്തെ ഭരണമാറ്റമോ എന്തിപ്പോൾ നടക്കുന്നോ നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. പക്ഷേ അവർ നമ്മളെ കണ്ടിന്യൂസ് ഇത് ചെയ്യുന്നു. ആകെ ഇതേ ഉള്ളൂ, ഈ ട്രംപ് തൻ്റെ പരിഭ്രമം പുറത്ത് കാണിക്കും, ചൈന അവരുടെ പരിഭ്രമം പുറത്ത് കാണിക്കില്ല. അവരൊന്നും മിണ്ടുകയില്ല. വല്ലപ്പോഴും ഗ്ലോബൽ ടൈംസിലൊരു വാർത്ത വരും, അത് ചൈനയുടെ അഭിപ്രായമാണെന്ന് നമ്മൾ വിശ്വസിച്ചോളാം, അല്ലാതെ നേരിട്ടൊരു അഭിപ്രായം അവർ പറയില്ല. ഇപ്പോഴാണ് ഈ പ്രതിസന്ധി ഇത്രയും രൂക്ഷമായപ്പോഴാണ് വാങ് യി, അവരുടെ വിദേശകാര്യമന്ത്രി, ഡൽഹിയിൽ വന്നു സംസാരിച്ചു. ഇനിയിപ്പോൾ SCO മീറ്റിങ്ങിന് മോദി അങ്ങോട്ട് പോകും. യൂറിയ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി, അതിനൊരു ക്യാപ്പ് വെച്ചിരുന്നു ചൈന, അത് മാറ്റി ഇന്ത്യ ടിക്ടോക്ക് വീണ്ടും കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുന്നു. ചിലപ്പോൾ അത് സമ്മതിച്ചെന്ന് വരും. ബെയ്ജിങ്ങിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇന്ത്യ അനുവദിച്ചു, മറ്റേത് ഡയറക്റ്റ് ചൈനയിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ വ്യാപാര ബന്ധങ്ങൾ കൂടിക്കൂടി വരുന്നു ചൈനയും ഇന്ത്യയുമായിട്ട്. അത് വീണ്ടും ട്രംപിനെ അലോസരപ്പെടുത്തുന്നു. കാരണം ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത്, ഏതായാലും നമ്മൾ തമ്മിൽ ശരിയാവില്ല ചേട്ടാ, ചേട്ടന് പ്രിയപ്പെട്ടത് പാകിസ്ഥാനാണ്, അത് നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമ്മളെ വിട്ടേക്ക്, നമ്മളില്ല, ഈ രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ 50% താരിഫ് വരുമ്പോൾ ഒറ്റ വാക്കിൽ പറയാൻ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. ഇന്ന് നേരം വെളുത്തതുപോലെ നാളെ നേരം വെളുക്കും, മറ്റന്നാളിൽ നേരം വെളുക്കും, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ട്രംപ് താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ വില കൂടിയ ഒരു ഐറ്റത്തിൻ്റെ പേര് ഞാൻ പറയാം. കേരളത്തിൽ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും ട്രംപും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ വെളിച്ചെണ്ണയുടെ വില കുതിച്ചു കയറുകയും ഇപ്പോൾ കുറച്ച് താഴെ ഇറങ്ങുകയും ചെയ്യും. ഇതാണ് താരിഫും നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളും തമ്മിലുള്ള ബന്ധമൊക്കെ. എക്സ്പോർട്ടിൽ ചില്ലറ വ്യത്യാസം വരും. ഒരു 2% നമ്മളുടെ ഓവറോൾ ബിസിനസ്സിൽ കുറവ് വരുമെന്ന് കണക്ക് കൂട്ടിയിരിക്കുന്നു. അത് റിപ്പയർ ചെയ്യാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ റഷ്യയും ചൈനയും നമ്മളും ബ്രസീലും, ബേസിക്കലി ബ്രിക്സ് ആലോചന. അതിൽ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളെയൊക്കെ ഇന്ത്യ കൂട്ടിയിട്ടുണ്ട്. കോങ്കോ, എവിടെയൊക്കെയാണ് പോയത്, സെനഗൽ, ആ രാജ്യങ്ങളുടെ പേര് പോലും എനിക്ക്, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മോദി പോകാൻ കാര്യം ഇതാണ്. എല്ലാവരും ചേർന്ന് ഒരു ഐക്യമുന്നണി കെട്ടിപ്പടുക്കുക, അത്യാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക.